തിളയ്ക്കുന്ന വെള്ളത്തിൽ പൊടി ചേർത്താണോ ചായ ഉണ്ടാക്കുന്നത് എങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ചായയും കാപ്പിയുമെല്ലാം മിക്കവാറും എല്ലാവരുടെയും നിത്യശീലങ്ങളിൽ ഒന്നാണ്. പൊതുവെ ചായ കാപ്പി ശീലങ്ങൾ നല്ലതല്ലെന്ന് പറയുമ്പോഴും ഇതില്ലാതെ പറ്റാത്തവരാണ് പലരും. ഇതിന്റെ എണ്ണം പലർക്കും പലതരമാണ്. തയ്യാറാക്കുന്ന രീതിയും കുടിക്കുന്ന എണ്ണവും അനുസരിച്ച് ഇതിന്റെ ഗുണദോഷങ്ങൾ വ്യത്യാസപ്പെടുന്നു. പോളിഫിനോളുകൾ, കാറ്റക്കിൻസ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഗുണകരമാണ്. ചായ കുടിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, ചായ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പലരും പല രീതിയിലാണ് ചായ കാപ്പി തയ്യാറാക്കുന്നത്. തിളച്ച വെള്ളത്തിൽ പൊടിയിട്ടും തിളയ്ക്കുന്ന പാലിൽ നേരിട്ട് ഇട്ടും കുടിക്കുന്നവരുണ്ട്. ഇതുപോലെ പൊടിയിലേക്ക് തിളയ്ക്കുന്ന വെള്ളം നേരിട്ടൊഴിക്കുന്നവരുമുണ്ട്. എന്നാൽ പൊതുവെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പൊടിയിട്ട് തിളപ്പിച്ച് കുടിക്കുന്നവരാണ് സാധാരണ രീതി. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഇതിന്റെ ഗുണങ്ങൾ ഇല്ലാതെയാകുകയാണ് ചെയ്യുന്നത്. വെറും നിറമുള്ള പാനീയം മാത്രമാണ് ഇതിലുള്ളത്. ബാക്കിയുള്ളവ ബാഷ്പീകരിച്ചു പോകും. മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന വെള്ളത്തിന് കട്ടിയുണ്ടെങ്കിൽ ഇതിൽ ഈ ആന്റി ഓക്സിഡന്റുകളും മറ്റും ചേർന്ന് ഇത് ശരീരത്തിന് വലിച്ചെടുക്കുവാൻ കഴിയാതെ വരുന്നു. രണ്ടാമതായി, ചായ കാപ്പിയിലെ പോഷകങ്ങൾ. ചായ കാപ്പിയിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ ലഭിക്കുവാൻ നാം സോഫ്റ്റ് വാട്ടർ ഉപയോഗിക്കുക. ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് നല്ലത്. തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും ഗുണം നൽകുമെങ്കിലും 85 മുതൽ 90 ഡിഗ്രി തിളപ്പിച്ച വെള്ളം മതി. കൂടുതൽ തിളച്ചത് വേണ്ട. വെള്ളം തിളപ്പിക്കുമ്പോൾ ആവി വന്നു തുടങ്ങുമ്പോൾ ഇത് ഓഫ് ആക്കുക. പിന്നീട് 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ചേർക്കുക. ഇത് അടച്ചു വെച്ച് 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഊറ്റിയെടുക്കാം. മൂന്നാമതായി, പഞ്ചസാരയുടെ അളവ്. പാലിലും ഇതേ രീതിയിൽ ചേർക്കുന്നതാണ് നല്ലത്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോ പാലിലോ പൊടികൾ ചേർക്കരുത്. തിളച്ച ശേഷം പൊടികൾ ചേർത്ത് അടച്ചു വെച്ച് ഉപയോഗിക്കണം. തേയിലപ്പൊടിക്കൊപ്പം പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചസാരയിലെ രാസവസ്തുക്കൾ ചായ കാപ്പിയിലെ ആന്റി ഓക്സിഡന്റുകളുടെ ഗുണം കളയുന്നു. നാലാമതായി, ചായയിൽ പുതിന ചേർക്കാം. ഇത് വാങ്ങിവെച്ച് ഊറ്റുമ്പോൾ ഇതിലേക്ക് പുതിനയില ചേർക്കാം. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ചായക്ക് രുചി വ്യത്യാസമുണ്ടാകും. എന്നാൽ സ്ഥിരം കടുപ്പമുള്ള ചായയും തിളപ്പിച്ച ചായയും കുടിച്ച് ശീലിക്കുന്നവർക്ക് ഈ രീതി ആദ്യം സ്വാദിൽ പിടിക്കാതെ വന്നേക്കും. ഇത് അല്പ ദിവസം ശീലിച്ചാൽ ഈ രീതിയിൽ തയ്യാറാക്കുന്ന ഗുണങ്ങളുള്ള ചായ ശീലമാക്കുകയും ചെയ്യും.